ഹലോ ഞാൻ സഹല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ കോളേജിൽ ഇൻയാനാണ്. ഇൻയാൻ എന്ന് പറയുമ്പോൾ SPAവിലെ ഒരു ഫെസ്റ്റാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീക്കാനൊന്നും പറ്റിയില്ല, ലേറ്റായിട്ട് എണീച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പാവ് ബജി ആയിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ട് ഒരു ഓറഞ്ചും കൂടെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത്. ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ ബ്രേക്ക്ഫാസ്റ്റ്, ഇറ്റ്സ് എ ബ്രഞ്ച്. സോ ഐ ഏറ്റ്. പിന്നെ ഞാനിപ്പോൾ ചെറുതായിട്ട് 2024 സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാ പ്രൊഡക്ട്സൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് കാണിക്കുകയാണ്. ഇത് ടോണറാണ്. ടോണറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് റോസ് വാട്ടറാണ് കേട്ടോ. പിന്നെ സിറം അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ബോയ്ക്കോട്ടഡ് ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഞാനത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇതെൻ്റെ ഫേസിൽ വല്ലാണ്ട് വർക്ക് ആവുന്നൊന്നും ഇല്ല കേട്ടോ. ഇതെൻ്റെ ഫൈനൽ പ്രൊഡക്റ്റാണ്. പിന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അക്വലോജിക്കയുടെ സൺസ്ക്രീനാണ്. ഇത് നല്ല സൺസ്ക്രീനാണ്. ഇതൊരു ബ്രാൻഡ് പ്രൊമോഷനൊന്നും അല്ല, ഞാൻ ജസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ട് പറഞ്ഞതാണ്. അതുപോലെ ഇന്ന് ഇൻയാനായതുകൊണ്ട് ക്ലാസ് ഒന്നും ഇല്ല, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നത്. മറ്റേത് ഞാൻ ഈ ടൈമിലെല്ലാം ക്ലാസ്സിലായിരിക്കും. ഇനി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ പുതിയ കണ്ടൻസും ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ എൻ്റെ യൂട്യൂബിനെല്ലാം വേണ്ടി ചെയ്യുകയാണ്. യൂട്യൂബ് മാത്രമല്ല, ഇൻസ്റ്റഗ്രാമും ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇപ്രാവശ്യം. അതുകൊണ്ട് ഒരുപാട് റീൽസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ പോയി ഫോളോ ചെയ്യുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് ഇൻസ്പിറേഷൻസ് എടുക്കുന്നുണ്ട്, പുതിയ പുതിയ ഐഡിയാസ് എഴുതി വെക്കുന്നുണ്ട്. അതെല്ലാം നോട്ട് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ പിന്നെ മറന്നു പോകും. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിൽ തന്നെ ഒരുപാട് നല്ല കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരാളാണ് ഇത്. ഇതെല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ വീഡിയോ ആണ് കാണുന്നത്. അവരൊരുപാട് DIY വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി മുതൽ DIY കുറേ കൂടെ ഫോക്കസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ചെയ്യാൻ പറ്റട്ടെ. അതുപോലെ ഈ ഒരു വീഡിയോയിൽ ഞാനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജെല്ലിഫിഷ് ലൈറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് DIY ആയിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതെല്ലാവരും കാണണം കേട്ടോ. അത് വീഡിയോ ഫുള്ള് കണ്ടാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഓക്കെ, യാ. And it will come up as an icon and you can copy and paste that into your notes. I saw this on TikTok as I see everything. പിന്നെ ഞാൻ റീസെൻ്റായിട്ട് ഇബൻഡോയിൽ നിന്നുള്ള ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേഷനറി ഹോളാണ് കേട്ടോ ഇനി കാണിക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള, എനിക്ക് എപ്പോഴും ആവശ്യം വരുന്ന സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഷോപ്പിൻ്റെ ലിങ്കും അതുപോലെ പ്രൊഡക്ട്സിൻ്റെ ലിങ്കെല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എല്ലാവരും പോയിട്ട് ഷോപ്പ് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു സ്റ്റേഷനറി ഹോൾ കാണാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെയുള്ളതൊരു ലെറ്ററാണ്. അപ്പോൾ അവരുടെ ഷോപ്പിനെ കുറിച്ചെല്ലാം പറഞ്ഞിട്ട് താങ്ക്സ് എല്ലാം പറഞ്ഞിട്ടുള്ളൊരു ലെറ്ററാണ് കേട്ടോ. അത് നല്ല ഇഷ്ടമായി. പിന്നെ വരുന്ന ഒരു മിനി നോട്ട്ബുക്കാണ്. അതിൽ നമുക്ക് വല്ല ടു ഡു ലിസ്റ്റ് എല്ലാം എഴുതി വെക്കാൻ പറ്റുന്ന ഒരു നോട്ട്ബുക്കാണ്. പിന്നെ ഈ ഒരു മൾട്ടിപ്പിൾ കളറിൽ തന്നെ പെന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോപ്പർ റിവ്യൂ ഞാൻ റീൽസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഷോർട്സിലും ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് കാണാം. അതുപോലെ ഈ സ്റ്റിക്കേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമായ സ്റ്റിക്കേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ പെന്ന്. അപ്പോൾ ഇത് ഞാൻ കാണിക്കുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി റിവ്യൂ പോസ്റ്റ് ചെയ്തതാണ്. പിന്നെ വരുന്നത് ഈ ഒരു സ്റ്റിക്കർ സെറ്റാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള എസ്തറ്റിക് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതും ഞാൻ ഇനി വരുന്ന വീഡിയോസിലെല്ലാം യൂസ് ചെയ്തിട്ട് കാണിക്കുന്നതായിരിക്കും. പിന്നെ ഞാൻ ഷോക്സും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ലൊരു ഡേസി ഫ്ലവർ വരുന്നൊരു ഷോക്സാണ് കേട്ടോ. ഈ കളർ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഒരുപാട് ന്യൂഡ് ഷെയ്ഡ്സിൻ്റെ കൂടെ എല്ലാം മാച്ചായി പോകുന്ന കളറാണ്. അതുപോലെ അത് 2 വാങ്ങിച്ചിട്ടുണ്ട്. ഒന്നൊരു ഗ്രീൻ കളറിലാണ്. ഇത് ആക്ച്വലി നല്ല ഗ്രീനാണ് കേട്ടോ. അപ്പോൾ അതിൽ ഫോണിൽ കാണുമ്പോൾ ഒരു ലൈറ്റ് ബ്ലൂ പോലെ വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഈ ഒരു പാഡ് പൗച്ചാണ്. നമുക്ക് പാഡ്സ് എല്ലാം ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു പൗച്ചാണ്. ഇത് ഞാൻ മുമ്പ് സ്റ്റേഷനറി പാലിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു ചപ്പൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നല്ല ക്യൂട്ട് പിൻട്രസ്റ്റി ആയിട്ടുള്ള ചപ്പലാണ്. വൈറ്റ് കളറിൽ വരുന്നതുകൊണ്ട് തന്നെ അത് കണ്ടപ്പോൾ തന്നെ ഒബ്സസ്ഡ് ആയിട്ട് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല സൈസെല്ലാം ഓക്കെ ആയിരുന്നു. നമ്മൾക്ക് അതിൽ ഓപ്ഷൻസ് ഉണ്ട് എല്ലാം കൊടുക്കാനുള്ള. പിന്നെ ഈ ഒരു വാട്ടർ ബോട്ടിലാണ്. ഇതിൻ്റെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ കാണാനില്ല, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ വന്നിട്ടില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇവൻ്റെ ഒന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വെബ്സൈറ്റിൽ ചെക്ക് ചെയ്ത് നോക്കുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്.
ഞാൻ പിന്നെയും പ്രൊഡക്റ്റീവായിട്ട് ഐഡിയാസ് എല്ലാം നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാറ്റർഡേ സൺഡേയിലൊക്കെ വരുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഫ്രീ ആയിട്ട് ഇരിക്കുക, കണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ തോന്നുക. പിന്നെ ഞാനെടുത്ത കോഴ്സ് നല്ല അത്യാവശ്യം നല്ല വർക്ക് വരുന്ന കോഴ്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ സബ്മിഷൻസ് എല്ലാം വരുമ്പോൾ അതിൻ്റെ അസൈൻമെൻറ്റ്സ് എല്ലാം ചെയ്യാനുണ്ടാവും. അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഒരുപാട് ഡിലേ വരുന്നത്. എനിക്കറിയാം നല്ല ഡിലേ വരുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഇനി കൺസിസ്റ്റൻ്റ് ആവാൻ ട്രൈ ചെയ്യാം. എല്ലാ വീഡിയോസിലും ഞാനിത് പറയുന്നുണ്ടായിരിക്കും. ബട്ട് സ്റ്റിൽ ഐ വിൽ ട്രൈ. ഓക്കെ. അതുപോലെ ലാസ്റ്റായിട്ട് ഞാനൊരു ഗിവ് അവേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഗിവ് അവേ വിന്നറെല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് ഗിവ് അവേ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രശ്നമൊന്നുമില്ല, നമ്മൾ ഇനിയും ഒരുപാട് ഗിവ് അവേസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ കണ്ടാൽ മതി. നമ്മൾ ഒരുപാട് ഗിവ് അവേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പ്രോബിലിറ്റി അനുസരിച്ച് 2-3 ഗിവ് ഒക്കെ കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസ് എല്ലാം കാണാൻ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്ത് തരം വീഡിയോസാണ് ഇനി വേണ്ടതെന്നെല്ലാം കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇനി അധികം DIY വീഡിയോസാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതും ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സും എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും പുതിയ ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ, നമ്മളത് ചെയ്യുന്നതാണ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഔട്ട്ഫിറ്റ്സ് എല്ലാം ചേഞ്ച് ചെയ്തിട്ട് ഇൻയാൻ പ്രോഗ്രാം കാണാൻ പോവുകയാണ്. അപ്പോൾ ഒരു ഈവനിങ് 4 o'clock അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ എൻ്റെ കോളേജിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെയാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അവരില്ലാതെ ഒരു വീഡിയോയും എടുക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. ഇതാണ് അവർ നല്ല ഉറക്കത്തിലാണ്. പിന്നെ ഇനിയാനായതുകൊണ്ട് തന്നെ കോളേജിൽ ഒരുപാട് ഇൻസ്റ്റലേഷൻ വർക്ക്സ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കാണിക്കാം കേട്ടോ. കുറേ സ്ഥലത്താണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലായിടത്തൊന്നും പോയി നോക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ഫ്രണ്ടിലെ എൻട്രൻസിൽ വരുന്ന കുറച്ച് ബാക്കിലെ എൻട്രൻസിൽ വരുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ. ഫോട്ടോസ് എല്ലാം വെച്ചിട്ടുള്ള എല്ലാം സ്റ്റുഡൻസിൻ്റെ ക്രിയേഷൻസ് ആണ്. നമ്മൾ സ്റ്റുഡൻസ് എടുത്ത പിക്ചേഴ്സ് എല്ലാമാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ഒരു ഫ്രൈഡ് റൈസ് കഴിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ. ഇനി ഞാൻ കാണിക്കുന്നതാണ് കുറച്ച് ഇൻസ്റ്റലേഷൻസ്. ഇത് നമ്മൾ എൻട്രൻസിൽ വെച്ചിട്ടുള്ളതാണ്. അതുപോലെ ലിഫ്റ്റിലെല്ലാം നമുക്ക് ലിഫ്റ്റിൽ നമുക്ക് പോസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും വർക്ക്ഷോപ്പ് പ്രോഗ്രാംസ് എല്ലാം ഇവിടെ ഇൻയാനായതുകൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ബാക്ക് സൈഡിലുള്ളതാണ്. ഇത് പ്രോപ്പറായിട്ട് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഹോസ്റ്റലിലോട്ട് പോകുന്ന വഴിയിലുള്ളതാണ് കേട്ടോ. അതുപോലെ നമ്മുടെ ഇൻയാനിന് എല്ലാ വർഷവും ഒരു തീം ഉണ്ടാവും. അപ്പോൾ ഇപ്രാവശ്യം കാർണിവലാണ് തീമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇതെൻ്റെ കോളേജിൽ ഉള്ള പോമഗ്രാനൈറ്റ് ട്രീ ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പോമഗ്രാനൈറ്റ് ട്രീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ നല്ലോണം ഫ്രൂട്ടും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ നമ്മൾ മുകളിലായിട്ടൊക്കെ പോസ്റ്റേഴ്സ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിയിൽ ഇങ്ങനെ ലൈറ്റ്സ്, ഇത് നൈറ്റിൽ കാണുമ്പോഴാണ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഉണ്ടായിരുന്നു. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കോളേജ് ഒരു കാർണിവൽ വൈബിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ കുറച്ച് മെറ്റീരിയൽസിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, ഗ്ലൂ സ്റ്റിക്കാണ്. അപ്പോൾ നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊരു DIY ചെയ്യുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 4 മണിയായപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ പ്രോഗ്രാം കാണാൻ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ വലിയ പരിപാടിയൊന്നുമില്ല. സ്പീച്ച് അതുപോലെ പ്രെയർ എല്ലാം വന്നത്. അത് കഴിഞ്ഞിട്ടാണ് മെയിൻ പ്രോഗ്രാം നൈറ്റൊക്കെ ആകുമ്പോഴാണ് സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിൽ പോയിട്ട് DIY ചെയ്യാമെന്ന് കരുതി. ഇപ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് യുണീക്കായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ക്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് വെറുതെ ഇരുന്ന് ചെയ്യാൻ നല്ല ബോറായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ജിബ്ലിയുടെ മൂവി ആയിട്ടുള്ള സ്പിരിറ്റഡ് അവേ ആനിമി കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത്. ഈ മൂവി എല്ലാവരും കണ്ടിട്ടുണ്ടാവും, നല്ല മൂവിയാണ്. ഞാൻ 2ാമട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ജെല്ലിഫിഷിനെയാണ് ഉണ്ടാക്കുന്നത്. ഒരു ലൈറ്റ് ജെല്ലിഫിഷാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു റൂം ഡെക്കോറായിട്ടും വാൾ ഡെക്കോറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് ഗ്ലൂ സ്റ്റിക്കും ഒരു ലൈറ്റും മാത്രം മതി. നമുക്ക് നല്ല സെറ്റായിട്ട് ചെയ്യാവുന്നതാണ്. ഗ്ലൂ ഗൺ ആൻഡ് ഗ്ലൂ സ്റ്റിക്ക്. ഓക്കെ. അപ്പോൾ ഞാനിത് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് 2-3 ജെല്ലിഫിഷിനെ. അപ്പോൾ അതിനെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു പേപ്പർ എടുക്കുക. ഒരു പേപ്പർ തന്നെ എടുക്കണമെന്നില്ല, ഒരു അലുമിനിയം ഫോയിൽ എടുത്താലും മതി. അതാകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പേപ്പർ ഇങ്ങനെ ചുരുട്ടിയിട്ട് അതൊരു ബോൾ പോലെ ആക്കിയെടുക്കണം. ഒരു
ഒരു ഷേപ്പിലെടുത്താൽ മതി. അത് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ യൂസ് ചെയ്ത പോലെ തന്നെ ഒരു ടേപ്പ് ഉള്ളിൽ വെച്ചിട്ട് ചെയ്താലും മതി. അപ്പോൾ ഒരു സർക്കിൾ പോലെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിന് മുകളിലോട്ട് നമുക്കിനി ഗ്ലൂ ഗൺ ആക്കി കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ജെല്ലി ഫിഷിൻ്റെ ഒരു ബോഡിയാണ്, ആ ഒരു ഹെഡിൻ്റെ പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ സർക്കിൾ വരച്ചു കൊടുത്തിട്ട് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് നല്ലോണം ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആക്കാൻ വെക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ ജെല്ലി ഫിഷിൻ്റെ ഡൗൺ പാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് എടുക്കുക. ഞാൻ ഒരു നോട്ട്ബുക്കാണ് എടുത്തിട്ടുള്ളത്. അതിന് മുകളിൽ ഗ്ലൂ ഗൺ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കേർവ്ഡ് ലൈൻസാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ മുകളിൽ കുറച്ച് കട്ടിയിലും താഴെ വരുമ്പോൾ അത് തിന്നായിട്ടും കൊടുത്താൽ മതി. അപ്പോൾ അതിൽ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. അത് അത്ര പണിയൊന്നുമില്ല. അതുപോലെ നിങ്ങൾ എടുക്കുന്ന സർഫസ് പ്ലാസ്റ്റിക് ഒന്നും എടുക്കരുത്. അത് ഗ്ലൂ ഗണ്ണിൻ്റെ ചൂട് കാരണം ബേൺ ആയി പോകുന്നതായിരിക്കും. മാത്രമല്ല ഗ്ലൂ ഗണ്ണ് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ടൈമിൽ, അത്യാവശ്യം ചൂടുണ്ട് എന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ അത് കുറച്ച് പണിയായിരിക്കും, മിക്കവാറും കയ്യിലെല്ലാം ഒട്ടിയിട്ട് സീനാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഡ്രൈ ആകാൻ വെച്ച ആ ഒരു ഹെഡ് പാർട്ട് നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് റിമൂവ് ചെയ്യുമ്പോൾ അതിൽ പേപ്പർ ഒട്ടി പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. അത് കുഴപ്പമില്ല, ഡൗൺ പാർട്ടിലാണ് സ്റ്റിക്കായിട്ടുള്ളത്. അത് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ എടുത്ത് കളയാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ അതങ്ങനെ നോട്ടത് കാണാനൊന്നും പോകുന്നില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ എഡ്ജസ് എല്ലാം ഇങ്ങനെ കുറച്ചുകൂടെ ഒരു റിയലിസം തോന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ, ഗ്ലൂ ഗൺ വെച്ചിട്ട്. ഇപ്പോൾ നമ്മൾ ഹെഡ് പ്രോപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ കുറച്ച് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നേരത്തെ ടെയിൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് സിമ്പിളായിട്ട് റിമൂവ് ചെയ്യുക നോട്ട്ബുക്കുമെന്ന്. എന്നിട്ട് അതിലോട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ കംപ്ലീറ്റ് സ്റ്റിക്കായി വരുമ്പോൾ തന്നെ ഒരു ലെവലെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇതൊരു ജെല്ലി ഫിഷ് രൂപത്തിലോട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം ആകുമ്പോൾ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അത് പ്രോപ്പറായിട്ട് ജെല്ലി ഫിഷ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ജെല്ലി ഫിഷിനെ ഉണ്ടാക്കൽ. നല്ല ക്യൂട്ടായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള ജെല്ലി ഫിഷാണ് കേട്ടോ. പിന്നെ ചെയ്യുന്നത്, നമുക്ക് ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈക്വലാക്കാവുന്നതാണ്. പിന്നെ ഞാനതിന് മുകളിലായിട്ടൊരു ഹുക്ക് പോലെ ചെയ്യുന്നുണ്ട്. അത് ഈസി ആയിട്ട് നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നമുക്കിതൊരു കീ ചെയിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അധികം ഡാമേജ് ഒന്നും പെട്ടെന്ന് വരുമൊന്നുമില്ല, കുറേ കാലം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഹുക്കിട്ടാലുള്ള ഒരു യൂസ് അതാണ്. പിന്നെ നമുക്ക് എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ ഈസി ആയിരിക്കും. അതാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു ഫെയറി ലൈറ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈറ്റ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഒരു ഫെയറി ലൈറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് ബാറ്ററിയിലാണ് വർക്ക് ആവുന്നത്. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. അതുപോലെ ഇത് നമുക്ക് ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്കിത് ഇങ്ങനെ കേവൊക്കെ ആക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് ചെയ്യുന്നത് ഈ ഒരു ജെല്ലി ഫിഷിൻ്റെ ഉള്ളിലോട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അത് ചുറ്റിയിട്ടും അതുപോലെ സ്റ്റിക്ക് ചെയ്തിട്ടൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. നമുക്ക് എങ്ങനെയാണോ വേണ്ടത്, ഹാങ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ പ്രോപ്പറായിട്ട് നിൽക്കുന്നത് ആ ഒരു രീതിക്ക് ചെയ്യാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ നമ്മൾ നേരത്തെ ഇട്ട ആ ഒരു ഹുക്കിൻ്റെ ഉള്ളിലൂടെയൊക്കെ വെച്ച് കൊടുത്തിട്ടും ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാനിത് ഇങ്ങനെ ജെല്ലി ഫിഷിൻ്റെ ഉള്ളിൽ നിന്ന് ലൈറ്റ് വരുന്ന രീതിക്കാണ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജെല്ലി ഫിഷ് ലൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഗ്ലൂ ഗണ്ണും ഒരു ലൈറ്റും മാത്രം മതി, ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി ഹാങ് ചെയ്താൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. നല്ല ക്യൂട്ടായിട്ട് മാറുന്നതായിരിക്കും. നമ്മളെ റൂമിൽ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ജെല്ലി ഫിഷ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ്.
അതുപോലെ ഇതെൻ്റെ സ്വന്തമായിട്ടുള്ള ഐഡിയ അല്ല, ഞാൻ നേരത്തെ വാച്ച് ചെയ്തിട്ടുള്ള ആളുടെ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ജെല്ലിഫിഷ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ എടുത്ത് അയച്ചു തരാം. ഓക്കെ, ഞാനത് സ്റ്റോറി ആക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയപ്പോൾ നല്ലോണം നൈറ്റായി. നമ്മുടെ ഇൻയാൻ പ്രോഗ്രാം, ദ റിയൽ പ്രോഗ്രാം സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഒരു വിധമായപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ സ്പെഷ്യൽ ഡിന്നറെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പ്രോഗ്രാം കാണാൻ തന്നെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഹോസ്റ്റലിൽ പോയിട്ട് കിടന്നുറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ ഇത്രയും കവർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിരിക്കും ഷൂട്ടിങ്ങിലും അതുപോലെ വോയിസ് ഓവറിലെല്ലാം. അപ്പോൾ അതെല്ലാവരും ക്ഷമിക്കുക. അതുപോലെ തന്നെ ഇനി നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ബൈ.